കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയിലാണ് അഭയഗിരിമല. പ്രാദേശിക സഞ്ചാരികൾ നിരവധി എത്താറുണ്ടെങ്കിലും അഭയഗിരിമല കോഴിക്കോടിന്റെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടില്ല. ഇവിടേക്കുള്ള മോശം റോഡൊന്ന് നന്നാക്കിയാൽ കുറച്ചുകൂടി ആളുകൾക്ക് എത്താനാവും. ടൂറിസം വകുപ്പിന് സമർപ്പിച്ച പ്രോജക്റ്റിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് നാട്ടുകാർ. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 1500ഓളം അടി ഉയരത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. കോടമഞ്ഞിന്റെ കുളിരും സഹ്യന്റെ സൗന്ദര്യവും ആവോളം ആസ്വദിക്കാനാവുന്നൊരിടം. അതാണ് അഭയഗിരിമല. കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നും 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അഭയഗിരി മലയിലെത്താം. വൈകുന്നേരങ്ങളിൽ നിരവധി പ്രാദേശിക ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തുന്നത്. വളഞ്ഞു പൊളഞ്ഞ് 5 കിലോമീറ്ററോളമുള്ള ചുരത്തിന് സമാനമായ റോഡിലൂടെയുള്ള യാത്രയും മികച്ച അനുഭവമാണ്. അനന്തമായ സാധ്യതകളാണ് അഭയഗിരിയെ കാത്തിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തുള്ള കാലാവസ്ഥ അത്രയും മനോഹരമായ കാലാവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഏകദേശം ഒരു ഊട്ടിയെ വെല്ലുന്ന രീതിയിലുള്ള തണുപ്പുള്ള ഒരു അന്തരീക്ഷവും കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമാണുള്ളത്. കുരുമുളകും ജാതിയും വിളഞ്ഞു നിൽക്കുന്ന ഇവിടം ഫാം ടൂറിസത്തിനും അനുയോജ്യമാണെന്ന് കർഷകർ പറയുന്നു. കൃഷി ഒരു നല്ല ലാഭകരമായ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആളുകൾക്ക്, കൃഷിയിലേക്ക് തിരിയുന്ന പുതുതായിട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് നമുക്ക് ഫാം ടൂറിസമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ പുറമേ തന്നെ നമുക്കിവിടെ റിസോർട്ട്, ഹബ്ബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫെസിലിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വൈദ്യുതി ഉണ്ട്, നമുക്ക് നിലവിൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. 2021 അഭയഗിരി ടൂറിസം പ്രൊജക്ടിന് എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. ഗ്ലാസ് ബ്രിഡ്ജും റോപ്പ് വേയും കുട്ടികളുടെ പാർക്കും ഉൾപ്പെടുന്നതാണ് പ്രൊജക്ട്. മോശമായ റോഡ് പുനർനിർമ്മിക്കാൻ ഈ ബഡ്ജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചതും പ്രദേശവാസികൾക്ക് പ്രതീക്ഷയാണ്. കഴിഞ്ഞ 2.5 വർഷം മുമ്പേ വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വളയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 27 കോടി രൂപയുടെ ഒരു ടൂറിസ്റ്റ് പ്രൊജക്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ആ പദ്ധതിയിൽ താനിമുക്ക് മുതൽ ഈ അഭയഗിരി വരെയുള്ള റോഡ് വീതി കൂട്ടിയുള്ള റോഡാണ്. ഒന്നാമത് ഈ ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, റോപ്പ് വേ, അതുപോലെ തന്നെ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയ ആണ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.